ഒരുപാട് പ്രധാനപ്പെട്ട മലയാള സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും കല്യാണ ആൽബങ്ങളുടെ ലൊക്കേഷനും കൂടാതെ തന്നെ ഇൻസ്റ്റഗ്രാം റീൽസിലും നമ്മൾ ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ട്. പല തവണയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് വാഴാലിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലോട്ടുള്ള റോഡിൻ്റെ സൈഡിലുള്ള ആൽമരത്തിൻ്റെ ചോട്ടിലാണ്. അതെ, ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള മെയിൻ റോഡ്. രണ്ട് വശത്തുമായിട്ട് പച്ച പിടിച്ച് നിൽക്കുന്ന വയലുകളാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്സ്. ആദ്യം നമ്മൾ കാണുമ്പോൾ തോന്നും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണെന്ന്. കാരണം ആ ഭൂപ്രകൃതി അങ്ങനെയാണ് നമ്മളെ തോന്നിപ്പിക്കുക. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലുള്ള പൈങ്കുളം ഗ്രാമത്തിൽ വാഴാലിപ്പാടം എന്ന കൊച്ചു പ്രദേശത്ത് ഭാരതപ്പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ക്ഷേത്രമാണ് വാഴാലിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഭൂപ്രകൃതി നമ്മളെ അത്ഭുതപ്പെടുത്തും. കൂടാതെ തന്നെ ഏറ്റവും വൈറലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കൂത്തുമാടാണ്. ശ്രീ ഭദ്രകാളി ക്ഷേത്രം, അതായത് വാഴാലിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സും ഇത് തന്നെയാണ്. ഈ കൂത്തുമാടം സ്ഥിതി ചെയ്യുന്നത് പാടങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ടാണ്. തൊട്ട് പുറകുവശത്തായിട്ടാണ് ഭാരതപ്പുഴ. അവിടെ പലതരത്തിലുള്ള ദേശാടന പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഭൂപ്രകൃതി നമ്മളെ എന്തായാലും ഞെട്ടിക്കും. അത്രയ്ക്കധികം ഭംഗിയാണ് ഇവിടുത്തെ ഭൂപ്രകൃതിക്ക്. കൂടാതെ ഞാൻ വീണ്ടും കൂത്തുമാടത്തിൻ്റെ മുന്നിലോട്ട് വന്നു. കാരണം പാടങ്ങളാൽ ചുറ്റപ്പറ്റി കൂത്തുമാടം കാണാൻ നല്ല ഭംഗിയാണ്. പലതരത്തിലുള്ള ഫോട്ടോഷൂട്ടുകളും മറ്റും ഇവിടെ നടക്കാറുണ്ട്. ചെറിയ കാറ്റത്ത് ചാഞ്ചാടി നിൽക്കുന്ന നെൽവയലും അതിന് സെൻട്രലായിട്ട് അതിനടുത്തായിട്ട് നിൽക്കുന്ന കൂത്തുമാടവും കണ്ടാലും നമുക്ക് മതി വരില്ല. എത്രത്തോളം വീഡിയോ എടുത്താലും നമുക്ക് കൊതി തീരില്ല. അങ്ങനത്തെ ഒരു ഒരു സംതൃപ്തി ഇല്ലായ്മ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. പക്ഷേ എന്തായാലും ഞാനും എൻ്റെ ഫോണിൽ പല തരത്തിലുള്ള വീഡിയോസ് എടുത്തു, പല തവണ എടുത്താലും കണ്ടാലും മതി വരാത്ത ഒരു ഭംഗി ഈ ശ്രീ വാഴാലിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ആ സൈഡിൽ മൊത്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. തൊട്ടു മുന്നിലായിട്ട്, അതായത് കൂത്തുമാടത്തിനും ക്ഷേത്രത്തിനും തൊട്ടു നടുവിലായിട്ട് ഇങ്ങനെ ഒരു ആൽമരവും നമുക്ക് കാണാൻ പറ്റും. കാരണം എത്ര കണ്ടാലും മതി വരാത്ത ഭംഗിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൂപ്രകൃതിയാണ് ഈ വാഴാലിക്കാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കാറ്റത്ത് ആടി ഉലയുന്ന ചെറിയ ആ ഇലകളും അതിനിടയിലൂടെ കൂത്തുമാടവും കാണാൻ നല്ല ഭംഗിയാണ്. എന്തായാലും നിങ്ങൾ പാലക്കാടോ തൃശ്ശൂരോ മലപ്പുറമോ കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ വാഴാലിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് വന്ന് ഈ ഭംഗി ആസ്വദിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.